ഹായ്, ഹലോ. എൻ്റെ പേര് ഹാഷിം. വി ആർ ക്രിയേറ്റീവ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ മൂവി റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് വന്നിരിക്കുന്നത് 2020 കന്നഡയിൽ റിലീസ് ചെയ്ത ഒരു റൊമാൻറ്റിക് ഇമോഷണൽ ഡ്രാമ മൂവിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മൂവിയുടെ പേരാണ് ദിയ. ഇപ്പോൾ കന്നഡയിൽ ഒരുപാട് ഡിഫറൻസ് മൂവീസ് ഒരുപാട് വരുന്നുണ്ട്. മുമ്പത്തെ പോലെയല്ല, ആക്ഷൻ മൂവീസിനെക്കാട്ടി കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പം റൊമാൻറ്റിക് ഫീൽ ഗുഡ് അങ്ങനത്തെ ഒരു മൂവീസൊക്കെയാണ് ഇപ്പോൾ കന്നഡയിൽ ഓൾമോസ്റ്റ് വരുന്നത്. ഇതൊക്കെ അതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് വന്ന മൂവിയാണ്. എക്സ്പെഷ്യലി മൂവി റിലീസ് ചെയ്ത് 2020 ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു. ലോക്ക്ഡൗൺ ഒരു മാസം മുമ്പ് ഞാൻ ഈ മൂവി OTT കണ്ടത്. ഈ ലോക്ക്ഡൗൺ ഒക്കെ വരുന്നതിൻ്റെ ഒരു 1 വീക്ക് ആൻഡ് 2 വീക്സ് ബാക്ക്. അപ്പോൾ ഞാൻ ഈ മൂവിയിലേക്ക് വരാം. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഖുഷി രവി ആൻഡ് പൃഥ്വി അമ്പാർ ആൻഡ് ദീക്ഷിത് ഷെട്ടി, പിന്നെ പവിത്ര ലോകേഷ് സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ട്. ഇതിൽ പൃഥ്വി അമ്പാറിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നു. ഈ മൂവി ആക്ച്വലി എനിക്ക് ഒരുപാട് ഫേവറേറ്റ് മൂവിയാണ്. കാരണം ഇമോഷണലി ഒരുപാട് ടച്ചായ മൂവിയാണ്. എസ്പെഷ്യലി അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ട്രാജഡിയാണ്. ഇതിൻ്റെ തുടക്കം അവസാനമൊക്കെ ഒരു ഇതിലാണ് സംഭവം വരുന്നത്. ഇതിൽ ദിയ സ്വരൂപ് എന്നൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഖുഷി രവി ഒരു രക്ഷ പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി ഇമോഷണൽ സീനായാലും അതുപോലെ കോമഡി സീൻ, അതുപോലെ റൊമാൻറ്റിക് സീനൊക്കെ രക്ഷയിലായിരുന്നു. ഇപ്പോഴത്തൊക്കെ മലയാളത്തിൽ മാത്രമല്ല മറ്റുള്ള എല്ലാ ലാംഗ്വേജിലും നടിമാർക്ക് ക്യൂട്ട്നെസ് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന പടം സിനിമയിൽ അഭിനയിക്കുന്നത്. പക്ഷേ ഇതിലതല്ല. ഇതിൽ ആ ക്യാരക്ടറിൻ്റെ ഡെപ്ത് എന്ന ക്യാരക്ടർ മനസ്സിലാക്കി തരുന്നുണ്ട്. ഓരോ എസ്പെഷ്യലി ആ സ്റ്റാർട്ടിങ്ങും പടം തുറക്കം തന്നെ അവളെ കാണിച്ചിട്ടാണ് തുടങ്ങുന്നത്. ക്ലൈമാക്സിനുള്ള തന്നെയാണ് അവളെ കാണിച്ചിട്ടാണ് എൻ്റെ ചെയ്യുന്നത്. പെർഫോമൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതില്ല. പെർഫോമൻസ് രക്ഷയിലായിരുന്നു. ഈ മൂവി തിയേറ്ററിൽ അത്യാവശ്യം സക്സസ് മൂവിയാണ്. പക്ഷേ ലോക്ക്ഡൗൺ ഇതുകൊണ്ടാണ് പടം ഇത്ര എടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ മൂവിയുടെ പെർഫോമൻസിലേക്ക് വരാണെങ്കിൽ ഫസ്റ്റ് ദിയ സ്വരൂപ് എന്ന ക്യാരക്ടർ ചെയ്ത ഖുഷി രവി, അതിനുശേഷം പൃഥ്വി അമ്പാർ ആദ്യം എന്നൊരു ക്യാരക്ടർ ചെയ്ത് പുള്ളി ഒരു രക്ഷയിലൊരു പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി പുള്ളിയും ദിയ സ്വരൂപും അതുപോലെ ആദ്യം തമ്മിലുള്ളൊരു കോമ്പിനേഷൻ സീൻസ്, എസ്പെഷ്യലി റൊമാൻസ് സീനായാലും അവർ ഇമോഷണൽ സീനായാലും ഒക്കെ കിഡുമായിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ വേറെ കെമിസ്ട്രി പൊളിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിൽ വേറെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ദീക്ഷിത് ഷെട്ടിയാണ്. പുള്ളിക്കാരൻ ചെയ്ത ക്യാരക്ടറിൻ്റെ പേര് രോഹിത്തും ഇവർ തമ്മിലൊരു കോമ്പിനേഷൻ ഉണ്ട്, ഖുഷിയും തമ്മിലുള്ള കോമ്പിനേഷൻ ഉണ്ട്, അടിപൊളിയായിരുന്നു. അതുപോലെ പവിത്ര ലോകേഷ് പൃഥ്വി അമ്പാർ ചെയ്ത ക്യാരക്ടറിൻ്റെ അമ്മയായിട്ട് വരുന്ന അവർ തമ്മിലുള്ളൊരു ഇമോഷണൽ ബോണ്ടിങ് ഒക്കെ നൈസായിട്ടുണ്ടായിരുന്നു. ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സീനൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല സോങ്സ് ഉണ്ട് ഇതിൽ, നല്ല സോങ്സ് ഉണ്ട്. അതുപോലെ എക്സ്പെഷ്യലി BGM വേറൊരു വൈബാണ്. ഓരോ സീൻസും കിട്ടുമായിട്ട് വരുന്നത്. അതിൻ്റെ BGM ഒക്കെ അതിൻ്റെ ഡയറക്ഷൻ എടുത്തു പറയേണ്ടതാണ്. പുള്ളിയുടെ ബെസ്റ്റ് വർക്ക് തന്നെയാണ്. അതിൻ്റെ സ്ക്രീൻ ടൈം അതുപോലെ ഡയലോഗ്സ് ഒക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കണ്ട വേർഷനാണ് കണ്ടത്. മലയാളത്തിലേക്ക് മൂവി ഡബ് ചെയ്തത് എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ കണ്ട വേർഷനാണ് കണ്ടത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ എല്ലാ ലാംഗ്വേജ് മൂവീസ് കാണാറുണ്ട്, അതുകൊണ്ട് എനിക്ക് ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു കഥയിലേക്ക് വരാണെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഖുഷി രവി ചെയ്ത ക്യാരക്ടർ ദിയ സ്വരൂപ് അവൾ ആത്മഹത്യ പോവാണ്. അവൾ ആത്മഹത്യ ശ്രമിക്കുകയാണ്. അപ്പോൾ അവളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ആ ഫ്ലാഷ് ബാക്കിൽ അവൾ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ രോഹിത് എന്ന പയ്യനാണ് അവൾ കണ്ടുമുട്ടും. അപ്പം അവനെ ഇഷ്ടമായിരിക്കും. പക്ഷേ അത് അവൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും പോവുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് 3 ഇയേഴ്സ് ആഫ്റ്റർ 3 ഇയേഴ്സ് ആണ് കാണിക്കുന്നത്. അവിടെ ബോംബെയിലാണ് കാണിക്കുന്നത് തന്നെ. അപ്പോൾ അവിടെ വെച്ചിട്ട് പിന്നെ ഇവളവിടെ ജോലി ആയിരിക്കും. ആ സമയത്ത് അവിടെ ഇവനെ മീറ്റ് ചെയ്യും, രോഹിത്തിനെ മീറ്റ് ചെയ്യും. രോഹിത് മീറ്റ് ചെയ്യുമ്പം ആദ്യം അത്രയും ഇതാവില്ല, രോഹിത് സംസാരിക്കുന്നില്ല. പിന്നെ രോഹിത് പറയും, എനിക്കറിയാം ദിയ എനിക്ക് ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിയാം. ഞാൻ എൻ്റെ കോളേജിൽ 3 ഇയേഴ്സ് ബാക്ക് നീ എന്നെ കോളേജിൽ എൻ്റെ ഓരോ ചലനങ്ങളും ശ്രദ്ധിച്ചൊക്കെ എനിക്ക് എന്നിട്ട് അറിയാം. പക്ഷെ അതെനിക്ക് എന്നോട് പറയാൻ പറ്റില്ല. അങ്ങനെ അവനോട് ഇഷ്ടം പ്രസൻറ്റ് ചെയ്യാണ്. അതിനുശേഷം അവർ തമ്മിലൊരു ചെറിയ സോങ്സും കാര്യങ്ങളൊക്കെ വരും. അതിനുശേഷം അവർ ഒരു തിയേറ്ററിൽ ഒരു മൂവിക്ക് പോകുന്നതാണ് തിയേറ്ററിൽ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോൾ അവനക്ക് കുറച്ച് സീരിയസ് ആയിരിക്കും. അവൾക്ക് ആക്സിഡൻ്റ് ആവും, എനിക്ക് ആക്സിഡൻ്റ് ആവും. അപ്പോൾ ഉണക്കൊന്ന് ഹോസ്പിറ്റൽ ഉണക്കൊന്ന് നിൽക്കുമ്പോൾ അവൾ അച്ഛനുണ്ടാവും അടുത്ത്. അപ്പോൾ അവൾ ചോദിക്കും രോഹിത് എന്ത് പറ്റി, രോഹിത് എവിടെ ഉള്ളതെന്ന് ചോദിക്കും. അപ്പോൾ അച്ഛൻ പറയും രോഹിത് കുറച്ച് സീരിയസ് ആയതുകൊണ്ട് രോഹിത് മരിച്ചു എന്ന് പറയും. അതുപോലെ എൻ്റെ അച്ഛന്
ഇവിടെ അച്ഛനോട് ഇപ്പോൾ പറയുന്നതാണ്, അങ്ങനെ പറഞ്ഞേക്ക് അവന് കുറച്ച് ക്രിട്ടിക്കലാണ്, ഈ രക്ഷപ്പെടുന്നു തോന്നുന്നില്ല ഇത് പറയും. അങ്ങനെ അവൾക്ക് ആ വിഷമത്തിൽ അവൾ ആത്മഹത്യ പോകുന്നതാണ്. അതാണ് ഫസ്റ്റ് കാണിച്ച സീനം, തുടക്കമുള്ള സീൻ അതാണ്. അവളിങ്ങനെ റെയിൽവേ ട്രാക്കിൽ നിൽക്കുമായിരിക്കും, ആത്മഹത്യ ശ്രമിക്കുന്ന സീനാണത്. അപ്പോൾ ആ സമയത്ത് അവളിങ്ങനെ ട്രെയിൻ വരുന്ന സമയത്ത് അവൾക്കൊരു പെട്ടെന്നൊരു കോൾ വരും. അപ്പോൾ അവൾ ഈ ആത്മഹത്യ പിന്മാറിയിട്ട് അവൾ നേരെ കോൾ അറ്റൻഡ് ചെയ്യും. ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതിലെ ക്യാരക്ടറാണ് ആദ്യം ആ ക്യാരക്ടർ വിളിക്കും. ആദ്യം വിളിച്ചിട്ട് പറയും, നിങ്ങളുടെ ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, ആ ബാഗ് എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ എവിടെ ഉള്ളത് എന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും എന്ത് ബാഗ് നോക്കി. അപ്പോഴാണ് അതിന് ഫ്ലാഷ് ബാക്ക് കാണിക്കുക. അപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇങ്ങനെ ഡിപ്രഷനായി നടക്കുകയായിരിക്കും. ഇവളിങ്ങനെ റോഡ് നടക്കുമ്പോൾ ഇവനവിടെ ഫോളോ ചെയ്യുന്നതല്ല, ഇവൻ ഓപ്പോസിറ്റ് വരുമായിരിക്കും. അപ്പോൾ ഇവളെ പുറകിലൊരു കള്ളനുണ്ടാവും, ആ കള്ളനെ ഇവിടെ ബാഗ് തട്ടിപ്പിടിച്ച് പോകുന്നതാണ്. അപ്പോൾ അതൊന്നും ഇവൾ കാര്യമൊക്കെ എടുക്കില്ല. ഇവളെന്തായാലും ആത്മഹത്യ പോകണല്ലോ, ആ ലെവലിൽ അവിടെ പോകുന്നതാണ്. അങ്ങനെ അവിടുന്ന് പിന്നെ ഈ കള്ളനെ ചേസ് ചെയ്തിട്ട് പിടിച്ചതിന് ശേഷം അതിലുള്ള അഡ്രസ്സും ഫോൺ നമ്പർ ഉണ്ടാവും, അത് വെച്ചിട്ട് ഇവിടെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അങ്ങനെ പിന്നെ അതിനുശേഷം അവർ തമ്മിൽ ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ ആവും. പിന്നീട് ഇവൻ്റെ ആക്ട് വിടുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാവും. അതൊരു ഫസ്റ്റ് ഹാഫാണ്. അതിനുശേഷം പിന്നെ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ രോഹിത് എന്ന ക്യാരക്ടർ വീണ്ടും എൻ്റർ ചെയ്യാണ്. അപ്പോൾ ഇതുവരെ ഞാൻ പറയുന്നുള്ളൂ, ബാക്കി ഞങ്ങൾ കണ്ട് തന്നെ ഫീഡ്ബാക്ക് പറയാം. എനിക്ക് ഈ മൂവി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മൂവിയാണ്. ഞാനത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. എൻ്റെ ഫോണിൽ MX പ്ലെയറിൽ ഒരുപാട് കാലം മൂവി ഉണ്ടായിരുന്നു. എക്സ്പീരിയൻ്റെ പെർഫോമൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ക്യാരക്ടറും അതിൽ എല്ലാ ക്യാരക്ടറും, ഇപ്പോൾ എസ്പെഷ്യലി സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ 3 പേര് വെച്ചിട്ടാണ് കഥ പോകുന്നത്. പിന്നെ ഇതിൽ അമ്മയുടെ പവിത്ര ലോകേഷിൻ്റെ ക്യാരക്ടർ ഉണ്ട്, അത് വേറെ ഇതിൽ പോകുന്നുണ്ട്. നൈസ്, എല്ലാവരും കിട്ടും ക്യാരക്ടർ പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, എസ്പെഷ്യലി നൈറ്റ് ഷോട്ടായാലും ഇതിൻ്റെ മറ്റുള്ള സീക്വലായാലും വിഷ്വൽസ് ആയാലും കളർ ടോൺ ആയാലും ഒക്കെ നൈസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഈ മൂവി ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്, കന്നഡ വേർഷൻ തന്നെ അവൈലബിൾ ആണ്, സബ് ടൈറ്റിലും കിട്ടും. പിന്നെ OTT പ്ലാറ്റ്ഫോം ചെയ്താൽ എനിക്കറിയില്ല, പക്ഷേ OTT ഉണ്ട് സംഭവം. അതുപോലെ യൂട്യൂബിൽ നിങ്ങൾ മൂവി കാണാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ മൂവി ഒന്ന് കണ്ടു നോക്കാം. നൈസ് മൂവിയാണ്. ആക്ച്വലി പ്രണയിച്ചവർക്ക് വേറൊരു വൈബാണ് ഈ മൂവി. എസ്പെഷ്യലി ക്ലൈമാക്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഭയങ്കര ഇമോഷണലി ഒരുപാട് ടച്ച് ആയ ഒരു ക്ലൈമാക്സ് ആണ്. അതിലെനിക്ക് ക്യാരക്ടറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുശിരവിൻ്റെ ക്യാരക്ടർ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യ ക്യാരക്ടർ ചെയ്ത പൃഥ്വി അമ്പർ ചെയ്ത ക്യാരക്ടർ ഒരു രക്ഷയിലായിരുന്നു. പുള്ളിക്കാരൻ്റെ ഒരു ചെറിയ നോട്ടങ്ങൾ എന്തൊക്കെ ഉണ്ട്, നൈസായിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ളൊരു റിലേഷൻ രക്ഷയിലായിരുന്നു. അതുപോലെ രോഹിത്തിൻ്റെ ക്യാരക്ടർ കുഴപ്പമില്ല, പക്ഷേ പുള്ളിക്കാരൻ സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും പെർഫോമൻസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആദ്യത്തെ ക്യാരക്ടറിൻ്റെ അത്ര വരുന്നില്ല സംഭവം, ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ സജസ്റ്റ് ചെയ്ത മൂവി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.